ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നൂൽപ്പൊടി മുട്ടക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ഒന്ന് ശരിക്കും പാമ്പ് കുത്തിയിട്ട് എത്തേണ്ടോടത്ത് തീർന്നു കേട്ടോ. ഒന്ന് ആകെ ഗുലുമാല് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെയും കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചേമ്പും തണ്ടും അതുപോലെ എന്താ പറയുക ചേമ്പും തണ്ടും മധുരക്കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മധുരക്കിഴങ്ങ് വേവിക്കാം, മധുരക്കിഴങ്ങെന്നും ചക്കരക്കിഴങ്ങെന്നൊക്കെ പറയും കേട്ടോ. അതൊരു കഷ്ണം ഉണ്ടായിരുന്നു, അത് വേവിക്കാൻ വെച്ചു കേട്ടോ കുക്കറിൽ. അത് കഴിഞ്ഞിട്ട് ചേമ്പും തണ്ട് പൊട്ടിക്കാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ ടീച്ചറുടെ വീട്, ഗ്രേസ് ടീച്ചറുടെ വീട്ടിൽ ഇവിടെ ആരുമില്ല. ടീച്ചർ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് മോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ പൊങ്കിട് എന്നാ വരിക എന്നറിയില്ല, വീടൊക്കെ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക ചേമ്പുന്നാണ്ടൊക്കെയും പൊട്ടിച്ചു. അതുപോലെ കണ്ടില്ലേ ഈ ഇരുമ്പാമ്പുളിയിൽ ഉണ്ടായി നിൽക്കുന്നത് ഇരുമ്പാമ്പുളി. ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിലും ഇരുമ്പാമ്പുളിക്ക് പൊട്ടിച്ച് നുറുക്കി തരും കേട്ടോ. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട്. അപ്പം എനിക്ക് അച്ചാറിടാൻ സുഖം. ടീച്ചറില്ലാത്ത കാരണം ഒന്നും നടന്നിട്ടില്ല, ഇരുമ്പാമ്പുളി അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ നമ്മുടെ ചേമ്പന്തണ്ടയ്ക്കും കൊണ്ടുവന്ന് കഴുകി അതൊക്കെ ഇങ്ങനെ നുറുക്കി വെച്ചു കേട്ടോ. നുറുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലുതാക്കൊന്നും വേണ്ട, ജസ്റ്റ് പെട്ടെന്ന് കഴിയും. ഇങ്ങനെ എവിടെയെന്ന് പറഞ്ഞിട്ട് നുറുക്കി കഴിയും. ചക്കരക്കിഴങ്ങ് വേവിച്ച് വേറെ കുക്കറിൽ വേവിച്ചിട്ട് വന്നിട്ട് ഇതിലേക്ക് ഇട്ടു, വലിയ കുക്കറിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഇട്ടു, പിന്നെ നമ്മുടെ ചേമ്പന്തണ്ട് ഇട്ടു, പിന്നെ ചീനിമുളക് ഇട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നന്നായി ഒന്ന് വിസിൽ വരാൻ വെച്ചിട്ടോ. നന്നായിട്ട് ഒരു വിസിൽ വന്നാൽ മതി. അത് ആയിക്കോട്ടെ. അതാകുമ്പോഴത്തേനും ഒരു പിടി ചുവന്നുള്ളി ഇതിൽ തോനെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി കുത്തിച്ചതച്ച് വെച്ചു. ഇത് ആയിട്ടോ. ഇത് ഒരു വിസിൽ വന്നു, ഞാൻ ഇറക്കി. അത് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി, അത് ഗോൾഡൻ കളറാവണത് വരെ നന്നായി വറുത്തുട്ടോ. എന്നിട്ട് ഈ കളറാവുന്ന സമയത്താണ് നമ്മൾ കുക്കർ തുറന്നിട്ട് അതിൽ നമ്മൾ ചക്കരക്കിഴങ്ങും ചേമ്പും വരെ ചക്കരക്കിഴങ്ങിന് വരെ കപ്പല്ലേ, കപ്പ നല്ലതാണ് കേട്ടോ. കപ്പയും നല്ല ടേസ്റ്റാണ്, ചക്കരക്കിഴങ്ങും നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോൾ ചക്കരക്കിഴങ്ങ് കഴിക്കാനാണ് തോന്നി, ചക്കരക്കിഴങ്ങും ചേമ്പും ഉണ്ടാക്കാനാണ് തോന്നിയത്. കപ്പയും ചേമ്പും അതിനെയും ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതേപോലെ തന്നെ ഈ ചേമ്പും പകരം കപ്പ ഇട്ടിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ കറി അപ്പം ഇന്നത്തെ ഇതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം, നല്ലതാണ്. കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഒരുപാട് അസുഖങ്ങളും അതുപോലെ വിറ്റാമിൻസ് അസുഖങ്ങൾ വരാതിരിക്കാനും അതേപോലെ വിറ്റാമിനും മിനറൽസ് എന്നും പറഞ്ഞ പോലെ എല്ലാതും ഉള്ളതാണ് ഈ ചേമ്പും തണ്ട്. പക്ഷെ നമ്മുടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. റിയമോളാണെങ്കിൽ ഇന്നലത്തെ വന്തി ഉണ്ടല്ലോ, അത് ചൂടാക്കിയിട്ട് അവൾക്ക് കൊടുത്തു. ഇതൊന്നും അവൾ കഴിക്കില്ല കേട്ടോ. നമ്മുടെ റഫ്മോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയും കഴിക്കും, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതായിട്ട് ഇത് മാറ്റി വെച്ചു. അപ്പോഴത്തേനൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. താത്താരൊക്കെയും പോയി, അവരുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെയും കഴുകി അവിടേക്കും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അവരൊക്കെയും പോയി. അപ്പോൾ ഇക്കാണെങ്കിൽ ചാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ കാല് തുടയ്ക്കുന്ന ചാക്കുകളൊക്കെ, അവർ വരുമ്പോൾ അവിടേക്ക് ഇട്ട് കൊടുക്കുന്ന ചാക്കുകൾ, അതൊക്കെയും ഒന്നരാടം പറഞ്ഞ പോലെ മൂപ്പര് കഴുകിയിട്ട് ഉണക്കാടും കേട്ടോ. അതൊക്കെ ചെയ്യുന്ന സമയം അപ്പോൾ ഇക്കാക്ക് ദാഹം ഉണ്ടായി. അപ്പോൾ എന്തെങ്കിലും ജ്യൂസ് കേട്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10 നെല്ലിക്ക എടുത്തു. അതിൽ ഒരു 10 ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ, അത്ര ഉണ്ടാവില്ല, എന്നാലും എരിവിനനുസരിച്ചിട്ട് ചീനിമുളക് ഇട്ടു, പിന്നെ പുതിനെല്ലാം ഇട്ടു കേട്ടോ. ഇത്രയും ഇട്ടു. പിന്നെ നാരങ്ങ, ഒരു 2 നാരങ്ങ തോല് കളഞ്ഞിട്ട് അതും ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3 കയ്യിൽ ഇട്ടിട്ടില്ല തോന്നുന്നു കേട്ടോ, 2 കയ്യിൽ ഇട്ടിട്ടുള്ളൂ. 2 കയ്യിൽ തന്നെ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ചിട്ട് അതിന് ചണ്ടിക്കും കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഗ്ലാസ്സിലാക്കി കേട്ടോ. ഇത് നല്ല സാധനമാണ്, നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ്. 2 ഗ്ലാസ് ഉണ്ടാക്കി, എനിക്കൊരു ഗ്ലാസ് ഉണ്ടാക്കി, കാക്കൊരു ഗ്ലാസ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് അതിലൊഴിച്ചത്. അപ്പോഴും ഒരു 5 വെച്ചിട്ട് നെല്ലിക്ക രണ്ടാളുടെയും അതുമല്ലോ. നെല്ലിക്ക ഞങ്ങൾ പച്ചയ്ക്കൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കുടിക്കും. അപ്പോൾ ഇക്കാടെ പണികൾ ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെയും കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് കകുത്ത് കയറും. അപ്പോൾ ഇക്ക കുളിക്കാൻ പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഈ ജ്യൂസ് കൊടുത്തിട്ട് കുളിക്കാൻ കയറി. അപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്കൽക്ക് സമയം അപ്പോഴേക്കും ആവാറായി ചോറിന്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നമ്മുടെ മുതിരല്ലേ, ഒരു 1/4 കപ്പ് കേട്ടോ മുതിര എടുത്ത് നന്നായി കഴുകിയിട്ട് വറുത്തു കേട്ടോ. അത് വറുത്തിട്ട് നല്ല നമ്മൾ പൊട്ടും, അത് ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെയും. പിന്നെ എത്ര പോകുന്നൊരു പീസ് പുളിയെടുത്തു. പിന്നെ നമ്മുടെ ഇതില്ലേ കപ്പൽമുളക്, ചുവന്ന മുളക്, അത് ഈ ഇതില്ലേ മുതിര നന്നായി വറുത്ത് ഒരുവിധം പാകം ആവാറാവുന്ന സമയത്താണ് നമ്മുടെ കപ്പൽമുളക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 5-6 ചെറിയതായത് കാരണം ഞാൻ കുറച്ച് ചുവന്നുള്ളി കേട്ടോ. വലുതാണെങ്കിൽ ഒരു 5-6 ചുവന്നുള്ളി മതിയായിരുന്നു. അതും ഇട്ടിട്ട് കല്ലുപ്പും പുളിയും ഇതൊക്കെയും കൂടിയിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുതിര ചമ്മന്തി റെഡി കേട്ടോ. നല്ല രസമുള്ള ചമ്മന്തി, ചമ്മന്തി മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല നാടൻ കറികളാണ്, ഇത് രണ്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, പഴയതിടുമല്ലോ നമ്മൾ ഇട്ട ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് കാല് വെച്ചതുകൊണ്ട് ഒരു പാമ്പ്, വലിയ പാമ്പ്, നല്ല വലിയ പാമ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടത് അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോയിട്ട് ഞാൻ ശരിക്കും എൻ്റെ മേത്ത് ചവിട്ടേണ്ടതായിരുന്നു. ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാമ്പിനെ കണ്ടോ ഞാൻ വേഗം കാനെ വിളിച്ചിട്ട് നിൽക്കും. കണ്ട കുളി കഴിഞ്ഞൊക്കെ ടി വി വെച്ചിട്ട് ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വന്നു ഒക്കെ ടാങ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അതെങ്ങാനും പെട്ടെന്ന് അത് മാറ്റിയാൽ ടാങ്കിൻ്റെ മുകളിൽ കയറി വരുന്നിട്ടുണ്ടെങ്കിൽ വെട്ടില്ലേ. അങ്ങനെ പിന്നെ പാമ്പിനെ കണ്ടിട്ട് അതിൻ്റെ കളിയായിരുന്നു. ഞാൻ ചേരയാണോന്ന് ചോദിച്ചപ്പോൾ അല്ല വെമ്പാലയാണോന്നാണ് പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾക്കും കൺഫ്യൂഷനായി, വെമ്പാലയാണോ ചേരയാണോ ഒന്നും ഒരു പിടുത്തം കിട്ടിയില്ല. എന്തായാലും നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ സൗണ്ട് ഇട്ടിട്ടും ചൂലി ഇട്ടിട്ടും ഒന്നും അവിടെ നിന്ന് പോകണില്ല. ഇക്കാൻ്റെ അടുത്താണ് ഇക്കാൻ്റെ അനിയനെ വിളിച്ചിട്ട്, റാഫീനെ വിളിച്ചിട്ട് വിളിക്കൊക്കെ അവൻ വരുന്നു പറഞ്ഞിട്ട് അവനെ വിളിക്കാനൊക്കെ സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ നോക്കി, അത് അവിടെ നിന്ന് പോകണില്ല, അത് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ കൊല്ലാനും പാടില്ലല്ലോ പാമ്പിനെ. പിന്നെയൊക്കെ വേഗം പേരയുടെ ഒരു വലിയൊരു വടി പൊടിച്ചിട്ട് വന്നു കേട്ടോ, അതിനെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട്. അടിക്കാനും കൊല്ലാനും പാടാത്ത കാരണം ഇപ്പോൾ പേടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ 4 ഭാഗത്തും ക്യാമറ അല്ലേ. അപ്പോൾ എന്തായാലും കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്തായാലും ഞാനൊക്കെ ഒറ്റയ്ക്കല്ലുള്ളൂ. കണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ ഒരു പൊടി പോലും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ താത്താരിക്കും പോകുമ്പോൾ അത്രയും വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ കണ്ടില്ല. ഇവിടേക്കും കഴുകിയിട്ടിട്ട് എന്നും ഇവിടേക്കും ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ വർക്കിംഗ് ഏരിയ. കാരണം കണ്ടില്ല, ആ ബക്കറ്റിൽ ഞാൻ മാറ്റിയ ഡ്രസ്സ് ഇടാൻ പോയി, കുളിച്ചിട്ട് നമ്മൾ മാറ്റിയിട്ടില്ലേ ആ ഡ്രസ്സ് അലക്കാളത് ഇടാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് പാമ്പ് കയറിയത്. ഞാൻ എന്നിട്ട് എന്താ പറയുക, ആ ബക്കറ്റൊക്കെ എനിക്ക് അവിടെ നിന്ന് മാറ്റി വെച്ചു പാമ്പിനെ കണ്ടപ്പോൾ കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ് എന്ത് കാണിച്ചിട്ടും പോകണില്ല. ഞാനാണെങ്കിൽ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, വീഡിയോ പാമ്പ് പുറത്തേക്ക് വരുന്നത് വീഡിയോ എടുത്ത് നിൽക്കുകയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇക്ക പറയണ്ട ക്യാമറ കൊണ്ട് പൊക്കോ പണ്ടിന് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലോ അതിൻ്റെ മുമ്പിൽ ഇത് പിടിച്ച് കണ്ടോ. ഇവിടേക്ക് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ഒന്നാണ്ട് മുറ്റയ്ക്കും കണ്ടില്ലേ, ഇത്രയും വൃത്തിയിലാണ് ഇക്ക നോക്കുക കേട്ടോ. അത്രയും മുറ്റത്തേക്ക് ഞാൻ പറയില്ല, മുറ്റത്തെ കാര്യമൊന്നും ഞാൻ നോക്കലേ ഇല്ല. ഇക്ക എപ്പോഴും ക്ലീൻ ചെയ്ത് അത്രയും വൃത്തിയിലിടുന്ന സ്ഥലമാണ്. ഇക്കൊക്കെ വയറ് ചാടണമെന്നും ഇഷ്ടമല്ല കേട്ടോ. വയറ് ചാടണതിന് പകരമാണ് മൂപ്പര് കുറ്റിച്ചൂല് എടുത്തിട്ട് ഇവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കും ദിവസം കേട്ടോ. അങ്ങനെ കണ്ടില്ല, എല്ലാം അവിടെ നല്ല വൃത്തിയിൽ. എന്നിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് ആ പാമ്പ് അവിടെ നിന്ന് പോകണില്ല. എന്നിട്ട് നീളമുള്ള പേരയുടെ വടി കൊണ്ടുവന്നു. എന്നിട്ട് അതിനിങ്ങനെ ഇളക്കി വിടുന്നുണ്ട്. ആ പൂന്തം പോണേ ഇല്ല കേട്ടോ. അപ്പോൾ അടിക്കാനും പറ്റില്ലല്ലോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ക്യാമറയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് പാമ്പും അതും തട്ടിയതും പാമ്പ് വന്ന് ഞാൻ ഓട്ടൻ്റെ പിന്നിലേക്ക് ഓടി. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ ചീത്ത എനിക്ക് പോയിട്ട് ഗൈസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നിന്ന് ഫോൺ വീണു. ഞാൻ ഓടി, ഇക്കൊക്കെ ഓടാൻ സമയം കിട്ടിയില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് മോളിക്ക് പോയിട്ട് ഞങ്ങളുടെ മേത്തിക്ക് അങ്ങോട്ട് വന്നേ. അപ്പോൾ പിന്നെ നമ്മൾ ഇക്ക അപ്പോഴും പറഞ്ഞു നിൻ്റെ ഫോണും കൊണ്ട് നീ പോ പറഞ്ഞിട്ട്, ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാമ്പ് അങ്ങനെ എന്താ വേറെ അവിടെ തുറന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നല്ലേ പാമ്പ് വിചാരിച്ചത്. പാമ്പ് എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ടാങ്കിൻ്റെ മുകളിലേക്ക് കയറാൻ നിന്നിട്ട് അങ്ങോട്ട് വന്നു, ഞങ്ങളുടെ പിന്നിലാണ് വന്നു. ഞങ്ങൾക്ക് പാമ്പിൻ്റെ അത്ര സ്പീഡൊന്നും കിട്ടിയില്ല, ഓടാനും സ്ഥലമില്ല. വേഗം അകത്തേക്കല്ലേ ഓടി കയറാൻ പറ്റുള്ളൂ. അതാ കണ്ടില്ലേ, ഇത് കയറിയെന്നു അതാ മോളിക്കാ പോയി പിന്നിലെ ഞങ്ങളുടെ വന്നിട്ട് അതിന് മോളിക്കാ കയറിയില്ല. ഞാൻ ഓടിക്കടങ്ങി കുറച്ച് ചീത്തി കേട്ടു ഗൈസ്. അങ്ങനെ പാമ്പിൻ്റെ വഴിക്കും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് ചോറൊക്കെ ഉണ്ട് കേട്ടോ. കടയിൽ ചീത്ത കേട്ടത് മാത്രം മിച്ചായിപ്പോയി. എന്നിട്ട് എന്താ നമ്മുടെ ചേമ്പും തണ്ടും കറിയും പിന്നെ തൈര് ഉണ്ടായിരുന്നു, പിന്നെ മുതിര ചമ്മന്തി, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്താ പറയുക ഉച്ചയ്ക്ക് ചോറിനുള്ള കറികൾ കേട്ടോ. അതും കഴിച്ച് വായിരിക്കണതും കേട്ട് വയറുന്നറിഞ്ഞു ഗൈസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും പാമ്പിൻ്റെ കൊത്ത് കൊള്ളാം. ചേരയെന്നും പറഞ്ഞു വെമ്പാലയെന്നും പറഞ്ഞു, അറിയില്ല കേട്ടോ. ചേരാവാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. കാക്ക് ഡൗട്ട് ചേരാന്നാണ് കേട്ടോ. ചീറ്റുണ്ടായിരുന്നു, അതുകൊണ്ടൊരു ഡൗട്ട് അടിച്ചതാണ്. അപ്പോൾ എന്തായാലും അപ്പുറത്തെ വളപ്പിക്ക് പോയി. എന്തായാലും ഇക്ക എൻ്റെ പിന്നിലെല്ലാം നടന്നു. ഞാനത് ഞങ്ങൾ ഇന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് അപ്പുറത്തെ വളപ്പിക്ക് പോകണതൊക്കെ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ക്യാമറയിൽ നിന്നും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ. എല്ലാവരും ഒന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറേ വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി കടയിൽ നിന്ന് ചീത്തട്ടിട്ടോ. വെക്കാനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാമ്പിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ഞാൻ ഫോണും കൊണ്ട് മുമ്പിൽ നിൽക്കുമായിരുന്നു.
പിന്നെ പാമ്പ് മോളിക്ക് ടാങ്കിൻ്റെ മോളിക്ക് കയറിയിട്ട് വേറെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നതേ. അപ്പോൾ ഞാൻ ഓടുമ്പോൾ കാക്ക് ഓടാൻ പറ്റിയില്ല. എന്താ പറയുക, എൻ്റെ നിന്ന് ഫോണൊക്കെ വീണു. ഞങ്ങൾ ഓട്ടോടി കടയിൽ നിന്ന് ചീഞ്ഞും കിട്ടും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടിന്യൂ. ഗുഡ് ബൈ. Gracias.